ഹലോ ഗായ്സ്, അങ്ങനെ അടുക്കളയിൽ ഒരു വലിയ പൊരിഞ്ഞ അടിയാണിപ്പോൾ ലൈവിൽ നടന്നത്. അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് വിളമ്പുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അടി നടന്നത് എന്നുള്ളതാണ് ഒരു രസകരമായ കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും അനിമോൾ കിച്ചണിലാണെങ്കിൽ വിളമ്പുന്നതുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് പല പ്രാവശ്യവും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അടി നടക്കുന്നത്. ഈ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തൊട്ടേ കാണുന്നുണ്ട്, ഇന്നലെ മുതലേ കാണുന്നുണ്ട്. കിച്ചണിൽ ഈ സഹായികളായിട്ട് രണ്ടുപേരും കൂടെ ഉണ്ട്. സഹായികളല്ല, യഥാർത്ഥത്തിൽ ഈ സാബുമാൻ എന്ന് പറയുന്ന മരപ്പാവയാണ് അതിലെ കിച്ചൻ്റെ ക്യാപ്റ്റൻ. ഈ മരപ്പാവ ഒരു കാര്യവും ചെയ്യത്തില്ല, അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നു. രാവിലെ തന്നെ അനിമോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യ് എന്ന് പറയുമ്പോഴാണ് ആദിലയും അതുപോലെ തന്നെ സാബുമാനും വരുന്നത്. രാവിലെ ഉപ്മാവ് ഉണ്ടാക്കിയത് എപ്പോഴും സഹായിച്ചത് മുഴുവൻ അനീഷാണ്. അവിടെ അനീഷേട്ടനെയാണ് ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചത്. ഇവർ രണ്ടുപേരും അവിടെ തന്നെ ബീൻസ് ബാഗിൽ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് കാര്യങ്ങൾ പറയുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടേതായിട്ടുള്ള പരദൂഷണവും കാര്യങ്ങളും ഇങ്ങനെ പറയുമായിരുന്നു. അവിടെ അനിമോളാണ് രാവിലെ ഉപ്പുമാവും കടലക്കറിയും ഉണ്ടാക്കാനായിട്ട് അത് അനീഷേട്ടനെ വിളിച്ചു. അനീഷേട്ടനും കൂടിയാണ് ഹെൽപ്പ് ചെയ്ത് രാവിലെ ഉപ്പുമാവും കടലക്കറിയും ഉണ്ടാക്കിയത്. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ കുറ്റം പറയാനായിട്ട് തന്നെ സാബുമാനാണ് അപ്പോഴും രാവിലെ കുറ്റം പറഞ്ഞത്. ഉപ്പ് കൂടിപ്പോയി എന്നുള്ള ഒരു സംഭവമാണ് അവിടെ പറഞ്ഞത്. പക്ഷേ അത് ഉപ്പ് കൂടിയിട്ടൊന്നുമില്ലായിരുന്നു, വെറുതെ. കാരണം കുറ്റം പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു മരപ്പാവ ഇന്ന് നാരദൻ എന്നുള്ളൊരവസ്ഥയിലേക്ക് സാബുമാൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. കാരണം ഇവിടെ പറയുന്നത് അവിടെയും പോയി പറയുക, അവിടെ പറയുന്നത് ഇവിടെയും പോയി പറയുക എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊരു നാരദൻ, നമ്മൾ പുരാണത്തിലെ നാരദൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. നമ്മൾ വായിച്ചിട്ടുള്ള പുരാണത്തിലൊരു കഥാപാത്രമുണ്ട് നാരദൻ. മഹാഭാരതത്തിലെ ഈ ദേവലോകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും കുന്നായ്മ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ദൂതനെ പോലെ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് നാരദൻ എന്നുള്ളതാണ് എൻ്റെ അറിവ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ കൂടുതൽ അറിവുണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു നാരദൻ്റെ പരിവേഷമാണ് ഇപ്പോൾ നമ്മുടെ സാബുമാനും. അപ്പോൾ സാബുമാൻ അപ്പം തന്നെ രാവിലെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ മറ്റുള്ളവരാരും കഴിച്ചപ്പം കുറ്റം പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കേട്ടുകൊണ്ട് ഷാനവാസുമ്മ ഉപ്പ് കൂടിപ്പോയല്ലോ, നീ അത് ഉപ്പ് നോക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷിടം പറഞ്ഞില്ല, ഉപ്പ് കറക്റ്റ് ആണല്ലോ, കാരണം അനീഷാണ് നോക്കുന്നത്, അവൾ ഉപ്പ് നോക്കാൻ അനീഷിനാണ് കൊടുക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അനിമോള് പറഞ്ഞു ഇല്ല കുഴപ്പമില്ലല്ലോ. അപ്പം ബാക്കിയുള്ളവർക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാബുമാനായിരുന്നു പ്രശ്നം. അതിനുശേഷമാണ് ഈ ഉച്ചയ്ക്ക് ഈ ഫുഡിൻ്റെ കാര്യത്തിന് ഈ പ്രശ്നങ്ങൾ സംഭവിച്ചത്. കാരണം ഉച്ചയ്ക്ക് ഈ ഫുഡ് ഇപ്പം വിളമ്പുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും പാത്രം എടുത്തു വെച്ച് എല്ലാവർക്കും വിളമ്പി. ഈ പയറ് വെച്ചിട്ടുള്ള തോരനായിരുന്നു, അപ്പോൾ മുട്ട ഓംലേറ്റും ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ചോറിനേക്കാൾ കൂടുതൽ ഇത്രയും ഉണ്ടോ എന്ന്, ഇത്രയും ആവശ്യമുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. ചെറുപയർ അങ്ങനെ എന്തോ ആയിരുന്നു. ആ തോരന് ഒരുപാട് കോരി ഓരോ പാത്രത്തിലും ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനൊരു പിക്ക് നിങ്ങളുടെ ഇതേ ഒരു വീഡിയോൻ്റെ ഇടയ്ക്ക് തന്നെ കാണാൻ പറ്റൂ കേട്ടോ. വിളമ്പി വെക്കുന്ന സാബുമാൻ്റെ പ്ലേറ്റാണത്. അപ്പോൾ സാബുമാന് വളരെ കൂടുതൽ, ഇപ്പോൾ സാബുമാൻ ചോറ് കുറച്ചും പ്രോട്ടീൻ സംബന്ധമായ ഫുഡ് കുറച്ച് കൂടുതലുമാണ് പോലും കഴിക്കുന്നത്. അങ്ങനെയൊക്കെ കഴിക്കണമെങ്കിൽ വീട്ടിൽ പോയി കഴിക്കണം. എല്ലാവർക്കും ഒരുപോലെ വിളമ്പി വെച്ചു. അപ്പോൾ ബാക്കിയുള്ളത് കുറച്ച് ആ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് പയറും തോരനും അനിമോൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ചോറും കുറച്ചുണ്ടായിരുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ അവിടെ നിപ്പുണ്ട്, അനീഷുണ്ട്, എല്ലാവരും അവിടെ നിപ്പുണ്ട്. എല്ലാവരുമില്ല, അനീഷുണ്ട്, അതുപോലെ തന്നെ നെവിൻ വന്ന് നിന്നു. ആദ്യം അനീഷും അനിമോളും സാബുമാനും മാത്രമാണ് ഉണ്ടായിരുന്നത്, പിന്നീട് ആദില വന്നു. അപ്പോൾ അതിനുശേഷം എല്ലാവർക്കും വിളമ്പി വെച്ചല്ലോ. അനിമോൾ അനീഷിന് വിളമ്പി വെച്ചു. അപ്പോൾ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ രണ്ടാമത് ആർക്കെങ്കിലും ചോറ് വേണമെങ്കിൽ കറിയില്ല, അതാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. പക്ഷേ അനിമോളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ ചോറ് തീർന്നു പോയാൽ പിന്നെ കറിക്ക് എന്ത് ചെയ്യുമെന്ന്. പക്ഷേ അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം. പറയേണ്ട യാഥാർത്ഥ്യം നമ്മൾക്ക് മനസ്സിലായത്, എനിക്ക് മനസ്സിലായ കാര്യമാണ്. ചോറ് തീർന്നു പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു ചോറ് വേണമെങ്കിൽ കറിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെന്താ കറി കുറച്ചേ വെച്ചോളോ എന്ന് പറഞ്ഞൊരു കുറ്റമുണ്ടാവും. അതുകൊണ്ടാണ് എല്ലാവർക്കും സമം. ഒരുപാടുണ്ട് കറി, അത്ര യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത്ര ചോറിന് അത്ര കറിയുടെ ആവശ്യമില്ല, അത്രമാത്രം മാക്സിമം കറി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇത് വെച്ചിരിക്കുന്നത് എന്നല്ല. പക്ഷേ അനിമോള പറയുന്നതെന്ന് പറഞ്ഞാൽ ചോറ് തീർന്നു പോയാൽ പിന്നെ കറിയും കൂടി, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് ഈക്വലി എല്ലാവർക്കും ഇട്ട് കൊടുക്കാനാണ്. പക്ഷേ എല്ലാവർക്കും ഈക്വലി അല്ല, എല്ലാവർക്കും കൂടുതൽ ചോറ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കറിയാണ് അതിനകത്ത് വിളമ്പിയിരിക്കുന്നത്. പക്ഷേ ഈ ചീനച്ചട്ടിയിൽ കറി അധികം വന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം ചെയ്യലാണ് അവിടെ ഉണ്ടായത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ ആദിലയാണിത്. സാബുമാൻ കുറച്ചും കൂടി തരാൻ പറഞ്ഞു. അപ്പോൾ പ്രോട്ടീൻ കൂടുതൽ വേണം, എനിക്ക് കുറച്ച് ചോറ് മതി, എനിക്ക് കൂടുതൽ കറി തരാൻ പറഞ്ഞു. അപ്പോൾ ചോറ് കൂടുതലും ബാക്കിയുള്ളവരെയും കാട്ടി യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കൂടുതൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ബാക്കിയുള്ളവരെയും കാട്ടി കൂടുതൽ കറി സാബുമാൻ ഇട്ട് കൊടുത്തു. പക്ഷേ അത് ഉടനെ ആദില കയറി അതിൽ പിടിച്ചു. ആദിലയെ സംബന്ധിച്ചോളം ആദിലയ്ക്ക് ഇപ്പോൾ ടോപ്പ് 5 വരണമെങ്കിൽ ഒരു കണ്ടൻറ്റുകൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി മാത്രം കളിച്ച ഒരു കളിയായിട്ടാണ് എനിക്കവിടെ ഫീൽ ചെയ്ത്. പക്ഷേ ഇതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട്
ഉള്ള ഒരാളാണ് അക്ബറും നിവിനും. അത് ഇവർ മനസ്സിലാക്കണമായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം കിച്ചൻ്റെ ഒരു പ്രശ്നം വന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്ന സമയത്ത് എന്തിനാണ് അങ്ങനെ അനിമോള് വിളമ്പുമ്പം അനിമോളങ്ങ് വിളമ്പിയാൽ മതിയായിരുന്നു. പക്ഷേ ഈ വിളമ്പി വന്ന സമയത്ത് എല്ലാവരും കൂടി പിന്നെ അനിമോള് അവിടെ വിളമ്പുന്ന സമയത്ത് ആദിലയും അതുപോലെ തന്നെ നൂറയും ഷാനവാസ്ക ഇതൊന്നും കാണാതിരുന്ന ഷാനവാസ്കയും കൂടി ഓടിപ്പിടിച്ച് വന്നിട്ട് അത് ഭയങ്കരമായ ഒരു വലിയ ഒരു സംഭവമായിട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പ്ലേറ്റ് നിങ്ങൾ കാണുന്നില്ല, ഇത് സാബുമാന് കൊടുത്ത പ്ലേറ്റാണ്. ഇതിനകത്ത് എവിടെയാണ് കറി കുറവ്? ചോറ് ഒരു 2 സ്പൂൺ ചോറും കറി അതിൻ്റെ ഒരു ഇരട്ടിച്ച കറിയും കൂടി ഇല്ലേ? അപ്പോൾ ഇതാണ് സാബുമാൻ്റെ പ്ലേറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലേറ്റിനകത്ത് എവിടെയാണ് കുറവ് വന്നത്? അപ്പം പിന്നെ ഇതാണ് പറയുന്നത്, സാബുമാന് കുറച്ച് കൊടുത്തു മറ്റുള്ളവർക്ക് പിന്നെ അനീഷിനും മറ്റുള്ളവർക്ക് ആണുങ്ങൾക്ക് കൂടുതൽ ചോറ് വേണ്ടവർക്ക് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയാണ് കറി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ ഇവർ പറയുന്ന ന്യായം. അതങ്ങനെ ഭയങ്കര വഴക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും ചരുവം പിടിയായി. അനീഷ് അവിടെ മിണ്ടാതെ നിന്നിട്ട് ലാസ്റ്റ് ചരുവം പിടിച്ച് ഇത് താഴോട്ട് പോയി കഴിഞ്ഞാൽ എപ്പിസോഡ് വരുമ്പോൾ ലാലേട്ടൻ്റെ വലിയ പ്രശ്നം. അപ്പം ചരുവം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാതെ നടുക്ക് പിന്നെ തന്നെ പിടിച്ചവിടെ നിർത്തിയിരുന്നു. ഇത് അതിലെ പിടിച്ച് വലിച്ച് പറിച്ചെടുക്കാനാണ് തോന്നിയത്, അത് ഭാവിച്ചത്. അപ്പോൾ അതിനെ നിർത്തിയത് അനീഷ് അവിടെ ആ ഒരു പാചകത്തിൽ തന്നെ പാത്രം ഇങ്ങനെ പിടിച്ചവിടെ അമർത്തി വെച്ചു. അപ്പോൾ അതിനുശേഷം പിന്നീട് എല്ലാവരും കൂടെ അനീഷിൻ്റെ തോളയിലോട്ടായി. പിന്നെ ഇവിടെ പറയുന്നതിന് അനീഷ് അപ്പോട്ട് പറഞ്ഞേ ഇവിടെ എന്താ? അപ്പോൾ ഷാനവാസ് പ്രശ്നം നീ അറിഞ്ഞില്ല, ഷാനവാസ് അറിഞ്ഞില്ലല്ലോ, ഷാനവാസ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇവിടെ ഒരു കുഴപ്പമില്ലാതെ വളരെ സ്മൂത്തായിട്ട് എല്ലാവർക്കും ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. എല്ലാവർക്കും ഈക്വലായിട്ട് വിളമ്പി കൂടുതൽ തന്നെ സാബുമാനാണ് കൂടുതൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണ് ഇവിടെ പ്രശ്നം വന്നത്? ഇവിടെ വെറുതെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ വളരെ നന്നായിട്ട് ഫുഡ് വിളമ്പിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്തേക്ക് വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് സാബുമാന് വളരെ കൂടുതൽ ഫുഡാണ്, കൂടുതൽ കറിയാണ് കൊടുത്തിരിക്കുന്നത്, കൂടുതൽ കൂട്ടാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ പുള്ളിയുടെ ഒരു ഭാഷ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൂടി പിന്നെ അനീഷിൻ്റെ നേരെ ചെന്ന് ലാസ്റ്റ് പിന്നെ അനീഷിൻ്റെ ചോറും പ്ലേറ്റും എടുത്തുകൊണ്ട് അങ്ങ് പോയി. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അത് ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനാവശ്യമായ വഴക്കിലേക്ക് കലാശിച്ചു. ആദിലയും നൂറയും അതുപോലെ ഷാനവാസുമൊക്കെ പിന്നെ എന്നിട്ട് അനീഷ് പോയി ഉപദേശിച്ചോട് ഒരു ബക്കറ്റ് കണ്ണുനീര്, നീ പോടി, നീ കുലസ്ത്രീ, നീ പിന്നെ അമ്മായി, ഇതൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വളരെ മോശമായിട്ട് അനിമോളെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം അനിമോളെ സംബന്ധിച്ചുള്ള അനിമോൾ ഫുഡ് വിളമ്പുമ്പോൾ അനിമോൾക്ക് എല്ലാവർക്കും ഒരു വീല കൊടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ടൈമൊക്കെ ആയില്ലേ, എന്തിനാണ് അതിന് വഴക്ക്? ആവശ്യമുള്ളവർക്ക് പിന്നെ വന്ന് എടുത്ത് കഴിക്കാതെ ഇപ്പോൾ ചീനച്ചട്ടിയിൽ കുറച്ച് കറി ഇരുന്നു എന്ന് വിചാരിച്ച് എന്താണ്? ആവശ്യമുള്ളവർ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് എടുക്കാവോ അല്ലെങ്കിൽ ചോദിച്ചെടുക്കാവോ, എന്താണെന്ന് വെച്ചാൽ ചെയ്യാമല്ലോ. എന്തിനാണ് അവിടെ അങ്ങനെ ഒരു വഴക്ക് ക്രിയേറ്റ് ചെയ്തതെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. വേറെ നമ്മൾ ആരെയും പക്ഷം ചേർന്ന് പറയുകയല്ല, പക്ഷേ എന്തിനാണ് ആദ്യം അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തത്? പ്രത്യേകിച്ച് സാബുമാന് വേണ്ടിയിട്ട്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ഇത്രയും ചോറും കറിയും ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും അങ്ങനെ ഒരു പ്രശ്നം എന്തിനാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഇതിന് വളരെ സന്തോഷിക്കുന്ന 2 വ്യക്തികളുണ്ട്, അക്ബറും അതുപോലെ തന്നെ നെവിനും. പെട്ടെന്ന് തന്നെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച 3 പേരും കൂടി ഇതിന് വേണ്ടിയിട്ടല്ലേ ഞങ്ങളുടെ തോളയിൽ വന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വളരെ വലുതായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊരു കാര്യത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പം അനീഷ് അത് പറഞ്ഞതിൻ്റെ കാരണമൊന്നും അനീഷിന് പിന്നെ അനിമോളോട് ഭയങ്കര ഇഷ്ടമുണ്ടായിട്ടല്ല. കാരണം ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും രാത്രിയിൽ ഇപ്പോൾ അതിലോട് പറഞ്ഞു ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടത് അവരുടെ ഒരു ഇഷ്ടം അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഞാനൊരു പ്രേമമൊന്നും ഞാനെടുത്ത് പറയുന്നില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ആയിക്കോട്ടെ, ഒരു ഇഷ്ടമാണെങ്കിൽ അവർ പുറത്തുനിന്ന് ഇഷ്ടപ്പെടട്ടെ. അത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ പറഞ്ഞു. അത് പിന്നെ സുഹൃത്ത് ബന്ധമാവട്ടെ, അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ബ്രദർലി കൺസേൺ ആവട്ടെ, അല്ലെങ്കിൽ അവരൊരു പ്രണയമാവട്ടെ, അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ട് പഴയ സ്റ്റാർ മാജിക്കിൽ ഷോ കളിച്ചപ്പോൾ തങ്കച്ചരുമായിട്ട് അങ്ങോട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടിയെന്നോ അങ്ങനെ അത് മറ്റുള്ളവർക്ക് ഇതായെന്നോ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അതാണെങ്കിൽ ഇന്നലെ രാത്രി അനുമോള് അതിൽ ചോദിച്ചു നിനക്ക് റിയൽ ആണെന്ന് ചോദിച്ചപ്പോൾ അല്ല, ഞാനതൊരു തമാശയായിട്ട് അത് അനീഷേട്ടനും എൻജോയ് ചെയ്യുന്നുണ്ട്, ഞങ്ങളതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഒരു തമാശയായിട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഞാനിതൊരു തമാശയായിട്ടാണ്. അനീഷേട്ടൻ അങ്ങനെയൊന്നുമില്ല, അനീഷേട്ടൻ അങ്ങനെയൊന്നും വിചാരിക്കുന്ന ഒരാളല്ല, അതൊരു പാവമാണ്, പുള്ളിയെ മനസ്സിലാക്കുന്ന ഒരാൾ വരട്ടെ എന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ട്. അത് എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ ആദിലയോട് ഇപ്പോൾ അവർക്ക് അഥവാ ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ അത് ആദിലയോട് റിവീൽ ചെയ്യണം, ആദിലയോട് പറയണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ അനിമോളെയും ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല.
ആദിലെയും ക്രിട്ടിസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം അത് എന്തെങ്കിലും ആവട്ടെ, ഒരു ഹൗസാണ്, 100 ദിവസം ഒരുമിച്ച് ഒരിടത്ത് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവർക്ക് ഒരാൾ ഇപ്പോൾ അനുമോള് മാത്രമാണ്. അപ്പോൾ അനുമോളെ മാത്രം എല്ലാവരും കൂടി വലിച്ചു കീറുമ്പോൾ ഒരാളിനെ സപ്പോർട്ട് ചെയ്യും, ഒരാൾ അതിനെ എതിർത്തു സംസാരിക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ പ്രണയം എന്നൊന്നും പറയാൻ പറ്റില്ല. തിരിച്ച് അനീഷ് ഉണ്ടായിരുന്നപ്പോൾ അനീഷിനെ എല്ലാവരും കൂടി വലിച്ചു കീറുമായിരുന്നു. ആ സമയത്ത് അനുമോള് ചിലപ്പോൾ എതിർത്തിട്ടുണ്ടാവാം. പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് പോലെ നമ്മൾ നാട്ടിൻപുറത്തെ ഒരു മനുഷ്യൻ, ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നൊരു നാട്ടിൻപുറത്തെ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഞാനൊരു ഇഷ്ടമുണ്ട് എന്ന് കാണിച്ചിട്ട് നാളെ ഞാൻ വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് മോഡേൺ എന്നല്ല, ഞാൻ കുറച്ച് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടി സാമ്പത്തിക ശേഷിയുള്ള ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ അവന് ചുമ്മാ അപ്പോൾ അടുത്തൊരാളിനെ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവന് വെറുതെ ഒന്ന് പ്രേമമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്താൽ, അപ്പോൾ ഗ്രാമത്തിൻ്റെ ആ ഒരു ഇഷ്ടത്തിലൊക്കെ അവർ യാഥാർത്ഥ്യമാണെന്ന് വിചാരിച്ചു പോകും. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കതൊരു തമാശയാണെങ്കിൽ അത് വളരെ തെറ്റാണ് എന്നുള്ളത് എനിക്ക് അപ്പോഴും പറയാനുള്ളൂ. കാരണം അങ്ങനെ ആരെയും ആ ഒരു ചീറ്റിംഗ് ചെയ്യാൻ പാടില്ല. അങ്ങനെ യാഥാർത്ഥ്യമാണെങ്കിൽ യാഥാർത്ഥ്യമല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഇല്ല എന്നുള്ളത് ആ ഒരു രീതിയിൽ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് വലിയൊരു അടിയും പിടിച്ചു വാങ്ങലും ഇടയ്ക്കൂടെ അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നങ്ങൾ പോകുന്നത്. ഇതിനകത്ത് മുട്ടനാടിൻ്റെ ചോര കുടിക്കുന്ന മുട്ടനാട് തമ്മിൽ ഇടികൂടി ചോര കുടിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അവിടെയുണ്ട്. ആരുമല്ല, നമ്മുടെ പ്രതിനായകൻ അക്ബർ ഖാനാണ്. അക്ബർ ഖാൻ അതിൻ്റെ ഇടയ്ക്ക് വന്ന് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവിടെ അങ്ങ് ഷോപ്പ് ഇറക്കി. അതിനൊരിട വരുത്തിയത് തന്നെ ആദിലയാണ്. പ്രത്യേകിച്ചും ഷാനവാസ്ക്ക് അതിനകത്ത് കുറച്ചുകൂടി മെച്യൂർഡായിട്ട് പെരുമാറണമായിരുന്നു. ഷാനവാസ് എപ്പോഴും ആദില നൂറയുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നതായിട്ട് പല തവണയും ഞാൻ കണ്ടിട്ടുണ്ട്. ആദില നൂറയുടെ പക്ഷം ചേർന്ന് ഒരുപാട് തവണ സംസാരിക്കുന്നതായിട്ട് ഷാനവാസ്ക്ക് അങ്ങനെ സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം പുള്ളി ഒരു നിഷ്പക്ഷമായിട്ട്, കാരണം ഇപ്പോൾ ഹൗസിൽ 8 പേരേ ഉള്ളൂ. 8 പേരിൽ തെറ്റ് കാണുന്ന തെറ്റ് പറയുക, പിന്നെ ഒരുപാട് ഓവറായിട്ട് ചൂടാവേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പുള്ളി ആരോഗ്യത്തിൽ മോശമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ചൂടാവലിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേണ്ട എന്നുള്ളത് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും അവിടെ നല്ല ഒരു അടിയും പ്രശ്നങ്ങളും തന്നെയായിരുന്നു ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാൾ സാബുമാനെ ആയിരുന്നു, അതുപോലെ തന്നെ ആദിലയായിരുന്നു. സാബുമാൻ ആവശ്യത്തിലധികം കൊടുത്തു കഴിഞ്ഞു, എന്നിട്ടും എന്തിനാണ് അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചതെന്ന് അറിയത്തില്ല. അതിൻ്റെ ആവശ്യകത അവിടെ ഉണ്ടായിരുന്നില്ല. അതുപോലെ ആവശ്യമില്ലാതെ അതിനകത്തോട്ട് പ്രതികരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ ഒരു പണിയും ചെയ്യത്തില്ല, ഞാനിവിടെ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് പറഞ്ഞു തേങ്ങ തിരുമാൻ സഹായിച്ചു. അനുമോള് പിടിച്ചു കൊടുത്ത് സാബുമാൻ ചുരണ്ടി, മീൻസ് കറക്കണമെന്നാണല്ലോ. അപ്പോൾ അങ്ങനെ ഹെൽപ്പ് ചെയ്തല്ലാതെ ആദിലയും സാബുമാനും അവിടെ കിച്ചണിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ടുള്ളതായി നമുക്കറിയത്തില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. അപ്പം നൂറയ്ക്ക് ഒരിക്കലും ആദിലേനെ ഒരു തരത്തിലും കുറ്റം പറയാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവർ ഗ്രൂപ്പ് കളിയാണ്. ഇത്രയും നാൾ നിന്നത് തന്നെ അവർ ഗ്രൂപ്പ് കളിച്ചാണ്. അവർ ഇൻഡിവിജ്വൽ ആണെന്ന് നമ്മളെടുത്ത് പറയുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും അവർ ഇൻഡിവിജ്വൽ പ്ലേ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഒരിക്കൽ പോലും അവർ ഒറ്റയ്ക്ക് കളിക്കാൻ അവർക്ക് കഴിയില്ല. അവർക്ക് അങ്ങനെയുള്ള കഴിവില്ല, കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരല്ല ഒറ്റയ്ക്ക് കളിക്കാൻ. അവർ ഒറ്റയ്ക്ക് ആയിരുന്നെങ്കിൽ എപ്പോഴേ അവരൊക്കെ പുറത്ത് പോകേണ്ട സമയം കഴിഞ്ഞു. രണ്ടുപേരും കൂടി ഒരുമിച്ചായതുകൊണ്ടും ആണ് അവർക്ക് പുറത്ത് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും അവസാനമാണ് എന്തായാലും ഇത്രയുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് അവസാനം അനീഷ് പ്രതികരിച്ചു. ഷാനവാസ് നിങ്ങൾ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്, ഷാനവാസ് കണ്ടില്ലല്ലോ ഇവിടെ നടന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. എന്തായാലും പിന്നീട് അനുമോള് വിഷമിച്ചൊക്കെ മാറിപ്പോയിരുന്നു. ഒറ്റയ്ക്ക് അനീഷിൻ്റെ എല്ലാവരുടെ അനീഷിന് നേരെ ചെല്ലാൻ തുടങ്ങി. അപ്പോൾ സാബുമാന് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. സാബുമാൻ പറയുന്നു, എനിക്ക് ഈ അനീഷേട്ടനെ പിടികിട്ടുന്നില്ല, ഇയാൾ എന്തിനാണ് ഇങ്ങനെ നിങ്ങളിത് മുഖത്ത് നോക്കി സംസാരിക്കുക, ഇവനോട് മുഖത്ത് നോക്കേണ്ട കാര്യം, ഇവൻ ആരാ, ഈ സാബുമാനെയൊക്കെ ആരും മൈൻഡ് ചെയ്യുന്നു, സാബുമാൻ നിങ്ങൾ മുഖത്ത് നോക്കി, നിങ്ങളെന്താണ് എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഇവനങ്ങ് വലിയ ആളാണ്, ഇവൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ എന്തോ ഭയമാണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നു. അതേ കണക്ക് ഭീരു, നീ പോടി കുലസ്ത്രീ, നീ വലിയ കെട്ടിലമ്മ ചമയാതെ ഇവിടെ വന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിക്കുന്നു. സാബുമാൻ പറയുന്നു ഇതെല്ലാവർക്കും ഉള്ളതാണ്, നിനക്ക് മാത്രം തിന്നാനുള്ളതാണെന്ന് ചോദിക്കുന്നു. ഇത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക,
അറിയില്ല. എന്തായാലും ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് ചോദിച്ചാൽ എനിക്ക് അപ്പോഴും ആദ്യം തെറ്റായിട്ട് തോന്നിയില്ല. പക്ഷേ അനുമോള് പിന്നെ വിളമ്പിയതിൻ്റെ റീസൺ അത് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് കറിയും കൂടി, കാരണം കറി തീർന്നു പോയി എന്നുള്ളൊരു പരാതി വരും എന്ന് വിചാരിച്ചാണെന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ ഇനി ചോറ് ഇവിടെ ഉണ്ട്, കറി തീർന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കുറച്ച് കറിയെ വെച്ചോളാം. അപ്പോൾ അങ്ങനെ ഒരു പരാതി വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കുറച്ച് കറി ഇവിടെ വെച്ചിരിക്കുന്നത്, നമുക്കതങ്ങ് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം എന്ന് പറഞ്ഞാൽ തീർന്നു, അല്ലെങ്കിൽ ആവശ്യമുള്ളവർ കഴിച്ച് കഴിഞ്ഞിട്ട് വന്നെടുത്തോളൂ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അത്രയും പറയാനുള്ള ഒരു അത് ദേഷ്യം വരുമ്പോൾ പോയിന്റ് കിട്ടത്തില്ല എന്ന് പറഞ്ഞ കണക്ക് അത്രയും പറയാനുള്ള ഒരു കാര്യം അനുമോൾ ചെയ്തില്ല. അനുമോൾ പറയുന്നത് പിന്നെ ഇത് ചോറ് അധികം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അതുപോലെ തന്നെ കറി വെച്ച് ആവശ്യത്തിലധികം കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ അത് പിന്നെ അനീഷ് അവിടെ ഈ ഫുഡും കൊണ്ടിങ്ങി പോരുന്നായിരുന്നു. ഫുഡും കൊണ്ട് പോരുന്നിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കുവാണ്. കാരണം അനീഷിനെ സംബന്ധിച്ച് അനീഷിന് കുറച്ച് കറിയേ കൊടുത്തുള്ളൂ. ഈ സാബുമാൻ്റെ പ്ലേറ്റ് നേരത്തെ ഞാൻ കണ്ടില്ലേ, അനീഷിൻ്റെ പ്ലേറ്റ് കണ്ടില്ലേ നമ്മൾ. പിന്നെ എന്നിട്ടുമാണ് ഈ വഴക്കിട്ടത്. എന്നിട്ട് അത്രയും കൊടുത്തതിന് ശേഷമാണ് ഇത്രയും വഴക്കിട്ടത്. അപ്പോൾ അത് കാണുമ്പോൾ ആർക്കായാലും പ്രതികരിക്കത്തില്ല. അപ്പോൾ പറഞ്ഞു അനീഷിട്ടിന് ഇച്ചിരി കഴിഞ്ഞ് അനീഷിന് ചോറ് ചിലപ്പോൾ കുറച്ചും കൂടി വേണ്ടി വരും. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മറ്റുള്ളവർ ആർക്കെങ്കിലും അക്ബറിനോ ആർക്കെങ്കിലും ഇവിടെയുള്ള ആൺപിള്ളേർ കുറച്ചും കൂടി കഴിക്കുമല്ലോ, ചോറ് കഴിക്കുന്നവർക്ക് പിന്നെ കറി ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം അവളുടെ ചോറ് എടുത്തുകൊണ്ട് വന്ന് ടേബിളിൽ വന്ന് ഇതിരുന്ന് കഴിച്ചപ്പോൾ പിന്നെ അനീഷിട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തിനായത് വെറുതെ മിണ്ടാതെ പ്രശ്നം ഉണ്ടാക്കാതെ അത് അങ്ങ് വിളമ്പി കൊടുത്ത് എന്തെങ്കിലും ആക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട്. വെറുതെ അറിയാമല്ലോ ഇവരുടെ സ്വഭാവം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള എക്സ്പ്ലെയിൻ ചെയ്ത് അനുമോളത് അവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിരുന്ന സ്ഥലത്തും അവരെല്ലാവരോടും വന്നിരുന്നിട്ടോ കെട്ടിലമ്മ ന്യായീകരണമായിട്ട് വന്നിട്ടോ ഭീരു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് അതിലെ പറയുന്നത്. അതിലെ സംബന്ധിച്ച് അതിലെ വഴക്കിട്ട് കഴിഞ്ഞാൽ എന്താണ് പറയുന്നതെന്ന് അതിലേക്ക് പോലും അറിയത്തില്ല. ഇതൊക്കെ നമ്മൾ ഈ ഒരു 80-90 ദിവസം ആവാറായി, ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആദിലയുടെ ക്യാരക്ടർ. അതിലേക്ക് എന്നേ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞ്. അപ്പോൾ അതിലേക്ക് വളരെ വൃത്തികെട്ട ക്യാരക്ടറുള്ള ഒരു സ്വഭാവമാണ്. കാരണം ഏത് സമയത്തും പിന്നിൽ നിന്ന് കുത്താം, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ആരെ എപ്പോൾ വേണമെങ്കിലും പറയുന്ന ഒരു സ്വഭാവക്കാരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുമോൾ ഈ അതിലോടും നൂറയോടൊക്കെ കൂട്ടുവിടുമ്പോൾ തന്നെ അവരെ സംബന്ധിച്ചോളം അതിലേക്ക് ടോപ്പ് 5 വരിക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അനുമോളെ അല്ല ആരെ വേണമെങ്കിലും അതിലെ നെഗറ്റീവ് ആക്കും. പിന്നെ അനീഷ് ചേട്ടനെ സംബന്ധിച്ച് അനീഷ് ചേട്ടൻ്റെ പൊസിഷൻ അവർക്ക് എനിക്ക് തോന്നുന്നില്ല ഇത്ര കൃത്യമായിട്ട് 1ാം പൊസിഷനിൽ ഇത്രയും ജനങ്ങൾ ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ സാബുമാൻ വിചാരിക്കുന്ന സാബുമാൻ ഏതാണ്ട് വലിയ സംഭവമായിട്ട് ഇപ്പോൾ നിൽക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് സാബുമാനുള്ളത്. അപ്പോൾ എന്ത് തന്നെയായാലും അവർക്കറിയില്ല. എന്തായാലും രണ്ടുപേരും കൂടി ടേബിളിൽ വന്നിരുന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ അവർ വരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അനുമോൾ ചാടി എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നുണ്ട്. പോയിട്ട് അവിടെ പോയി ഇരുന്ന് തിന്നുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവൻ തിന്നിട്ട് വന്നിട്ട് അവൻ ഫുഡ് കഴിച്ചിട്ട് കിച്ചണിൽ വന്നപ്പോൾ കിച്ചണിൽ വന്നിരുന്ന് കഴിക്കുന്നു. കിച്ചണിൽ വന്നിട്ട് കഴിക്കുമ്പം അവൻ പറയുന്നു പോയി സോഫയിലിരുന്ന് കഴിക്കൂ എന്ന് പറഞ്ഞു. ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അനുമോൾ പോയി സോഫയിലിരുന്ന് കഴിക്കൂ എന്ന് സമാധാനമായിട്ട് പറയുന്നു. പോയി സോഫയിലിരുന്ന് കഴിക്കും. അങ്ങനെ പിന്നെ തിരിച്ച് വന്നിട്ട് സോഫയിൽ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ അവരുടെ തമ്മിലുള്ള ഇഷ്ടമോ കാര്യങ്ങളൊന്നും ഞാൻ ഇനി പറയാൻ ആളല്ല. കാരണം ഇന്നലെ രാത്രി അങ്ങനെ ഒരു വാക്ക് അനുമോളുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ട ആവശ്യകതയില്ല. ഇഷ്ടമോ ഇഷ്ടക്കേടോ അതൊക്കെ അവർ വന്നിട്ട് തീരുമാനിക്കട്ടെ. നമ്മൾ പിന്നെ അവർ തമ്മിലുള്ള പാട്ടും കാര്യങ്ങളും ഒക്കെ ഒരുമിച്ചുള്ള പാട്ടുകൾ മാത്രമേ നമ്മളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ലല്ലോ. അവരൊരുമിച്ച് രാവിലെ മോർണിംഗ് സോങ്ങിൽ വരുന്നതുകൊണ്ട് നമ്മൾ ആ പാട്ട് പാടുന്നു, അവരൊരുമിച്ചിരിക്കുമ്പോൾ ഇടുന്നു. അതിന് ഇപ്പം നമ്മൾ അവരെ ലവ് ആയിട്ടോ അവർ കല്യാണം കഴിക്കണമെന്നോ അവരെ പ്രണയിതാക്കളായിട്ടോ അവരെ കമിതാക്കളായിട്ടോ നമ്മൾ പരിഗണിക്കുന്നു എന്നുള്ളതൊന്നുമില്ല. നമ്മുടെ ഒരു ഇഷ്ടം നമ്മൾ അത് കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നിയുകൊണ്ട് പറഞ്ഞു. പ്രത്യേകിച്ചും അനീഷേട്ടൻ ഒരു ക്രഷ് ഉണ്ട്, എനിക്കൊരു ക്രഷ് തോന്നി എന്ന് റിവീൽ ചെയ്തതുകൊണ്ടും ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ അതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടും മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ അപ്പോഴിട്ടത്. അല്ലെങ്കിൽ ഞാനത് ഇടില്ലായിരുന്നു. അപ്പോൾ അതിനോട് എതിർപ്പുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നും പറഞ്ഞ് അനീഷേട്ടൻ്റെ കളി ഗെയിമൊന്നും മാറില്ല. അനീഷേട്ടൻ വിന്നർ തന്നെ ആകുന്ന 100% ഉറപ്പാണ്. അനീഷേട്ടൻ തന്നെയാണ് ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 വിന്നർ, അത് 100% എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആരൊക്കെയാണ് ടോപ്പ് എന്നൊക്കെ അറിയണ്ടേ. ഞാൻ വീഡിയോ ഇടാം ആരൊക്കെയാണ്. ഒന്നിലും എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ പറയാം ആരൊക്കെയാണ് ടോപ്പ് 5 വരാൻ പോണത്, ആരൊക്കെയാണ് ടോപ്പ് 5 എത്താൻ പോണത് എന്നുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ വ്യൂ പോയിന്റിൽ ഞാൻ പറയും. നെക്സ്റ്റ് എൻ്റെ വീഡിയോ അത് തന്നെ ആയിരിക്കും. ആരൊക്കെയാണ് ടോപ്പ് 5 ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 ടോപ്പ് 5 ആരൊക്കെയാണ്, ഏതൊക്കെ ആൾക്കാരാണ് വരാൻ പോണത്, എന്തുകൊണ്ടാണ് അവർ വരാൻ, എന്തുകൊണ്ട് അവർ ടോപ്പ് 5 എത്തും എന്നുള്ളത് എൻ്റെ ഒരു എന്തുകൊണ്ട് അവർ എത്താൻ ഒരു സാധ്യത. കാരണം ഇനി ഒരു 10 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 10 ദിവസം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ഞാൻ പറയുന്ന 5 പേര് തന്നെയാവും ടോപ്പ് 5 എത്തുക.
അപ്പോൾ എന്തായാലും ഇന്നത്തെ ഉച്ചക്കേട്ട അടി ഇത്ര വലുതായിരുന്നു. ഞാനിതൊരു ലെങ്തി വീഡിയോ ആണ്, നിങ്ങളിതെല്ലാം കേൾക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിത് പറഞ്ഞ് തന്നെ ക്ഷീണിച്ചു. അന്നത്തെ കാര്യം എനിക്ക് ഭയങ്കര തലവേദന എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഓക്കെ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുമെന്നവരെയും ബായ്.